സോ ഇതൊരു സ്കൂൾ കഥയാണ്. സ്കൂൾ കഥ എന്ന് പറയുമ്പോൾ ഞാൻ അപ്പർ പ്രൈമറി സെക്ഷനിൽ പഠിക്കുമ്പോഴാണ്, എക്സാക്ട് ഏത് ക്ലാസ്സാണ് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ടൈം എന്താണെന്ന് പറഞ്ഞാൽ സ്കൂൾ മാഗസീൻസിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കൂൾ മാഗസീനിലേക്കല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് നമ്മൾ ക്ലാസ് മാഗസീനിലേക്കായിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഓരോ വർഷത്തെ സ്കൂൾ മാഗസീൻസ് കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ കുട്ടികളുടെ ഫോട്ടോസും അവരുടെ പേരും അവരുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അവരുടെ ഡ്രോയിങ്സ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഡ്രോയിങ് നമ്മൾ യൂഷ്വലി നമ്മുടെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ്സോ എന്തോ ആയിക്കോട്ടെ നമ്മളത് കൊടുക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സിനായിരിക്കില്ല, ഡയറക്റ്റ് നമ്മുടെ ക്ലാസ് ലീഡേഴ്സിനായിരിക്കും, പിന്നെ ക്ലാസ് ക്യാപ്റ്റൻസും ഉണ്ട്. ഞാൻ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ നിന്ന് വരച്ച ഒരു പിക്ചറാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു പിക്ചർ വാങ്ങിയിട്ട് മൂപ്പർ എന്തെങ്കിലും പറഞ്ഞത് ടീച്ചർ എടുത്ത് പോയി. അപ്പോൾ ടീച്ചർ എടുത്ത് പോയിട്ട് ഞാൻ എന്തൊക്കെയോ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്തു, എന്നെ വിളിപ്പിച്ചിട്ട് മാം പറഞ്ഞു അതിനകത്ത് രണ്ടാമതൊന്ന് വരയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, എൻ്റെ കുഞ്ഞു മനസ്സിലായിരുന്നു, എനിക്ക് നെഗറ്റീവ് തോട്ട്സ് ഒന്നും പോയില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടാമത് വളരെ കോൺഫിഡൻറ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വരച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ ഞാൻ വരച്ചു കൊടുത്തു. ബട്ട് ദ തിങ് ഈസ്, ആദ്യം ഞാൻ വരച്ച ഒരു പിക്ചറിൻ്റെ പെർഫെക്ഷനോ അതിൻ്റെ ആ ഒരു കുറേ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളോ അതൊക്കെ ഈ സെക്കൻഡ് പിക്ചറിൽ അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേത് നേരെ മറിച്ച് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ വളരെ ടൈം എടുത്ത്, അതുപോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെ സാറിൻ്റെ അടുത്തൊക്കെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷനൊന്നും രണ്ടാമത്തെ പിക്ചർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്തായാലും കൊടുത്തിട്ട് പക്ഷേ പിന്നെ ക്ലാസ് മാഗസീൻ നോക്കിയപ്പോൾ എൻ്റെ പിക്ചറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലാസ് മാഗസീൻ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് സ്കൂൾ മാഗസീനിൽ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് മാം എൻ്റെ റിജക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തായിരിക്കും ക്ലാസ് ലീഡർ മാമിനോട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എനിക്ക് രണ്ടാമത് വരയ്ക്കാൻ പറഞ്ഞത്. അതൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കൈൻഡ് ഓഫ് ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയുക, വളരെ കുറച്ച് ഇൻസെക്യൂർ ആയി തന്നെ പറയാമല്ലോ. കാരണം ഇനി ഞാൻ കൊടുത്തത് എവിടെന്നെങ്കിലും ഞാൻ എടുത്തതെന്നോ മോഷ്ടിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇൻസെക്യൂർ ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതേ പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഡ്രോയിങ്ങോ ഒരു ആർട്ടിക്കലോ ഒന്നും തന്നെ ഞാൻ പിന്നെ ക്ലാസ് മാഗസീനിലേക്കോ സ്കൂൾ മാഗസീനിലേക്കോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ദാറ്റ് വാസ് ദി ലാസ്റ്റ്. എനിക്കൊന്ന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയാമല്ലോ. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് അതൊരു മോട്ടിവേഷനായി എടുത്തിട്ട് വീണ്ടും ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അതൊരു മോട്ടിവേഷൻ ആയിരുന്നില്ല, എനിക്കതെന്നെ തളർത്തുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ തളർച്ചയിൽ നിന്ന് ഞാൻ എണീച്ചിട്ടില്ല എന്ന് പറയാമല്ലോ. പിന്നീട് ഞാനൊന്നും കൊടുത്തൊന്നുമില്ല. സോ ഇതാണ് എൻ്റെ കഥ എന്ന് പറയുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് കുഡ് റിലേറ്റ്, ആർക്കെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.